ഹലോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലിട്ടുണ്ട്. രാവിലെ ആണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അതിപ്രശസ്തവും അതിപുരാതനവുമായ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള ശിവനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. 4 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉപദേവതകളായിട്ട് ഗണപതി, ദുർഗ, യക്ഷിയമ്മ, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, നാഗദൈവങ്ങൾ എന്നിവരാണുള്ളത്. രാവണൻ്റെ സഹോദരനായ ഖരൻ മുത്തച്ഛനായ മല്യവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് ചെന്ന് ശിവനെ ഭജിച്ച് തപസ്സിച്ചിരുന്നു. തപസ്സിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷപ്പെട്ട പരമശിവൻ ഖരന് 3 ശിവലിംഗങ്ങൾ കൊടുത്തു. 3 ശിവലിംഗങ്ങളുമായി ഖരൻ ആകാശമാർഗം യാത്രയായി. യാത്രാ കാരണം ക്ഷീണിച്ച ഖരൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് 3 ശിവലിംഗങ്ങളും ഇറക്കി വെച്ച് ഖരൻ വിശ്രമത്തിന് ശേഷം ഖരൻ ശിവലിംഗങ്ങൾ ഉറച്ചിരിക്കുന്നതായി കണ്ടു. അപ്പോൾ തന്നെ പരമശിവൻ്റെ ഒരു അശരീരി മുഴങ്ങി. ഇവിടെയാണ് ഞാൻ താമസിക്കാൻ കണ്ടുവച്ചിരിക്കുന്ന ഏറ്റവും ഉചിതമായ സ്ഥലം. തുടർന്ന് 3 ശിവലിംഗങ്ങളും വ്യാഖ്യാപ്രാതൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തി നേടി. ശിവലിംഗങ്ങൾ വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ പ്രതിഷ്ഠിച്ചതായാണ് വിശ്വാസം. അപ്പം നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.